കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ വർഗീസ് തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. വചന ശുശ്രൂഷയ്ക്കായിട്ടും കർത്താവിൻ്റെ ദാസനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ കൺവെൻഷനിൽ എനിക്കും ഒരു ഭാഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരൊക്കെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം എന്നെ ക്ഷണിച്ചുവെങ്കിലും എനിക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണമാണ് എനിക്ക് വരാൻ ഇടയാകാഞ്ഞത്. എനിക്ക് പകരമായിട്ട് ദൈവവചനം ഇവിടെ ശുശ്രൂഷിച്ച ദൈവദാസനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വർഷം കർത്താവ് കൃപ തന്നു. ക്ഷേമത്തോടെ, ആരോഗ്യത്തോടെ, ദൈവകൃപയോടെ ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സ്വർഗം അനുവദിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഗാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. അവർ അനേകം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രാക്ടീസൊക്കെ ആരംഭിച്ചതാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടെ, വളരെ ദൈവകൃപയോടുകൂടെ പ്രിയപ്പെട്ടവർക്ക് നല്ല ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതോർത്തും സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായിട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അതുപോലെ മീഡിയയിലൂടെ ഞങ്ങളെ വിദൂരങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷന് പിന്നെയും എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രിയപ്പെട്ടവരോട്, സംഘാടകരോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ തോമസ് ജേക്കബ് സഹോദരനെ കർത്താവ് ബലപ്പെടുത്തി. കർത്താവ് ഈ നാളുകളിൽ വളരെ ശക്തമായിട്ട് പ്രിയ ദൈവദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ദൈവജനത്തിൻ്റെ മധ്യത്തിൽ. ഇന്ന് പകലിലും ഞങ്ങൾക്കിരുവർക്കും കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. ഇന്ന് ഇവിടെ സദസ്സിലാണെങ്കിലും എൻ്റെ അധ്യാപകൻ, ഗുരുതുല്യരായിട്ടുള്ള അനേക ദൈവദാസന്മാർ, അനേക പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എനിക്കൊരു വലിയ പ്രോത്സാഹനമായിരിക്കുന്ന അനേക ദൈവമക്കൾ, ദാസന്മാർ ഇന്ന് എൻ്റെ മുമ്പാകെയുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനം, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ധൈര്യപ്പെട്ടിട്ട് എന്താ ചെയ്തേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ദാവീദ് പുരോഹിതനോട് പറയുകയാണ്, ആ ഏഫോദ് ഇവിടെ കൊണ്ടുവരിക. ആദ്യം പറഞ്ഞ വാക്കതാ. യഹോവയിൽ ധൈര്യപ്പെട്ടതിന് ശേഷം ദാവീദ് പറഞ്ഞ വാക്കിതാണ്, ആ ഏഫോദ് ഇവിടെ കൊണ്ടുവരിക. എന്തിനാണ് താൻ ഏഫോദ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്? അന്ന് ദൈവത്തിൻ്റെ ഹിതം അറിയുന്ന 3 സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1 ഏഫോദ്, 2 ഊറീമും തുമ്മീമും, 3 പുരോഹിതന്മാർ. ഇവർ 3 പേരായിരുന്നു ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജനത്തോട് അറിയിച്ചുകൊണ്ടിരുന്നത്. ഈ മുഖാന്തരങ്ങളിലൂടെയായിരുന്നു ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തിയിരുന്നത്. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് ദാവീദിന് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ ഹിതം സമം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ഊറീമും തുമ്മീമുമല്ല, ഏഫോദല്ല, പുരോഹിതന്മാരല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ലീഡ് ചെയ്ത ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കൺവെൻഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഹൃദയം തകർന്ന അവസ്ഥയോടെ, ഏകാഗ്ര ഹൃദയത്തോടെ നമുക്കിരിക്കുവാൻ കർത്താവ് കൃപ തരുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും ഓരോ പ്രത്യേക വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ കർത്താവ് കൃപ തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജഡാവതാരം ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം വളരെ ഗഹനമായ ഒരു വിഷയമാണ്, വളരെ വിപുലമായ ഒരു വിഷയമാണ്. ആശയങ്ങളുടെ ഒരു കൂമ്പാരം ദൈവവചനത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് ഒരു വലിയ ഒരു സമസ്യയായിട്ട് ഞങ്ങളുടെ മുമ്പാകെ ഇരിക്കുകയാണ്.
എന്നാൽ ഈ വിഷയം പല ദൈവദാസന്മാർക്ക് അത് വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരും അവരവർക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആ വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കർത്തൃദാസൻ ജെയിംസ് സഹോദരൻ കർത്താവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഇന്നലെ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ തേജസ്, മഹത്വം തൻ്റെ ജീവിതത്തിലൂടെ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ചിന്തിക്കാനായിട്ട് പോകുന്നത്. കേവലം ഒരു പ്രസംഗം ആയിട്ട് ഇത് പറഞ്ഞാൽ ഈ വിഷയം എനിക്കത് പൂർണ്ണമായിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ എനിക്ക് ആ വിഷയം തീർക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു പഠന രൂപേണ ഈ വിഷയം ദൈവജനത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുവാൻ, ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുക, ദൈവകൃപയോടെ നമ്മളായിരിക്കുക. കർത്താവിൻ്റെ വചനം അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വചനമാണ്. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് അനുസരിക്കാനുള്ള, അത് കേട്ട് കേവലം നമ്മൾ തൃപ്തി അടയുകയല്ല, അതിന് നമ്മളെ തന്നെ അതിന് മുമ്പാകെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഇവിടെ ദൈവവചനം വായിച്ചു തരുവാൻ പ്രിയ അലക്സ് സഹോദരനും പ്രിയ ജോസ് സഹോദരനും ഒക്കെ വളരെ സന്തോഷമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു വലിയ ശുശ്രൂഷയായിട്ട് തന്നെ പ്രിയപ്പെട്ടവരത് കാണുന്നു. ഞാൻ മിക്കവാറും എവിടെ ശുശ്രൂഷയ്ക്ക് എന്നാലും പ്രിയ ദേവദാസൻ അവിടെ ഉണ്ടാകും ദൈവവചനം വായിച്ചു തരാൻ. പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. തുടർന്നുള്ള വാക്യങ്ങളും പിന്നീട് നമ്മൾ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ വായിക്കുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്സെ പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. താങ്ക് യു. 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്, എങ്കിലും നമ്മൾ പിന്നീട് അത് ചിന്തിക്കുന്നത് അനുസരിച്ച് നമ്മൾ വായിക്കുന്നതായിരിക്കും. അനേക വാക്യങ്ങൾ റെഫറൻസ് ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും, പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം കേവലം നമ്മൾ പറഞ്ഞു പോയാൽ മാത്രം പോരാ, പിന്നീടായാലും നിങ്ങൾക്ക് ഈ മീഡിയയിലൂടെ ഈ ക്ലാസ്സുകൾ, ഈ വേദപഠനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കേൾക്കുന്നതിനും ആവർത്തിച്ച് കേൾക്കുന്നതിനും അത് പഠിക്കുന്നതിനും അത് മുഖാന്തരമായി തീരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ വാക്യങ്ങളൊക്കെ ഞാൻ ഉദ്ധരിച്ച് പോകുന്നതായിരിക്കും. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട ആവശ്യമില്ല. ഞാനത് തുടർന്ന് അല്ലെങ്കിൽ ഞാനത് തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അത് വായിക്കേണ്ട, കിട്ടുന്നതൊക്കെ വായിച്ചു കൊള്ളുക. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ അല്ല, ലോകത്തിൽ അനേക വ്യത്യസ്ത ചിന്താഗതികളാണ് ഉള്ളത്. അതിൽ ക്രൈസ്തവ മാർഗത്തിൽ തന്നെ അനേക ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അനേക ദുരുപദേശങ്ങളും ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് അല്ലെങ്കിൽ ആ വിഷയം പറയുമ്പോൾ ആ കാര്യങ്ങളുടെ മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല. ചിലരൊക്കെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണെന്നുമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ചില സഭകൾ തന്നെ, ചില കൂട്ടങ്ങൾ തന്നെയുണ്ട്. നമുക്കറിയാം, ഏറിയനിസം, യഹോവ സാക്ഷികൾ, അങ്ങനെ തുടങ്ങി അനേക കൂട്ടങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലർ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യനല്ലായിരുന്നു. പിന്നെ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മായാരൂപമായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അത് ജ്ഞാനവാദക്കാർ, അഭിജ്ഞമതം, നോസ്റ്റിസിസം അങ്ങനെയുള്ളവരൊക്കെ പറയുന്നതും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ അങ്ങനെ തന്നെയാണ്.
എന്നാൽ മറ്റു ചില കൂട്ടർ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തിൽ ഡിവൈനായിട്ടും അല്ലെങ്കിൽ ദൈവികമായിട്ടും മാനുഷികമായിട്ടുമുള്ള ചില ശക്തികൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ചിലർ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നിലവിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ദുരുപദേശം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു ദൈവമായിട്ടല്ല ജനിച്ചത്, പിന്നീട് ദൈവമായതാണ്. എപ്പോഴാണ്? യേശുക്രിസ്തുവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപേണ യേശുക്രിസ്തുവിങ്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ യേശുക്രിസ്തു ആരായി തീർന്നു? യേശുക്രിസ്തു ദൈവമായി തീർന്നു എന്ന് വിശ്വസിക്കും. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പല ദുരുപദേശങ്ങളും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പ്രിയ ദൈവജനമേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവവചനം നന്നായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നാം അഭിമാനിക്കുന്ന എന്നോട് വാക്കൊന്ന് ഞാനങ്ങ് ചേർക്കുകയാണ്. അല്ലെങ്കിൽ പഠിക്കുന്ന നമ്മൾ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് ഉത്തരം പറയുവാൻ, അല്ല പ്രതിവാദം പറയുവാൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് നമ്മളിലുള്ള പ്രത്യാശ? അത് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവേശു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ എങ്ങനെ പറയണം? വെറുതെ പറഞ്ഞാൽ പോരാ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് യേശുക്രിസ്തു ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരണം. ഒരു നാമധേയ ബ്രദറുകാരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. വാസ്തവത്തിൽ സാക്ഷാൽ ഒരു ദൈവവേദലായിട്ട് തന്നെ വേണ്ട, ഒരു ബ്രദറുകാരനായിട്ട് തന്നെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമുക്കിടയായി തീരണം എന്നുള്ളതാണ്. ഈ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ ഒരു വിഭജനം ഞാൻ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ 14 മുതൽ 18 വരെയുള്ള വേദഭാഗത്ത് എന്തുകൊണ്ട് ജഡാവതാരം മൂലം, ജഡാവതാരം എന്നുള്ള വാക്കിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദം ജനനാവതാരം എന്നുള്ളതാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ജഡാവതാരം, ജഡം എന്ന് പറയുന്നത് പല നിലകളിൽ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബോഡി, കാർണൽ, കാർണാലിറ്റി, അല്ലെങ്കിൽ ഫ്ലഷ്, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജഡാവതാരം അല്ലെങ്കിൽ ജനനാവതാരം, എന്തുകൊണ്ട് യേശുക്രിസ്തു ജനനാവതാരം എടുക്കേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ ജഡാവതാരം എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് യോഹന്നാൻ വിശദീകരിക്കുകയാണ്. 3 തലങ്ങളിലാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. അതിന്റെ 14ഉം 15ഉം വാക്യങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീസസ് ഇൻകാർനേഷൻ ഷോസ് us ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ തേജസ് നമ്മളെ മനസ്സിലാക്കി തരുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുത്തത്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഹി ടാബർനാക്കിൾഡ് among us. അവൻ നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം, ദൈവവചനത്തിൽ മശിഹി ആരാണ്, രക്ഷകൻ ആരാണ്, വീണ്ടെടുപ്പുകാരൻ ആരാണ് എന്നുള്ളതൊക്കെ മോശ തുടങ്ങി അനേക ദൈവഭൃത്യന്മാരിലൂടെ ദൈവവചനത്തിൽ വിശദീകരിച്ചിട്ടും അത് പൂർണ്ണമായിട്ട് അതാർക്ക് കൊടുത്തോ, ആരോട് പറഞ്ഞോ, അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അത് സാധിച്ചിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ, തേജസ്സിന്റെ കർത്താവിനെ അവരെന്ത് ചെയ്യുകയില്ലായിരുന്നു?
കൊല്ലുകയില്ലായിരുന്നു, ക്രൂശിക്കുകയില്ലായിരുന്നു. അവർക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയി. അതുകൊണ്ട് സ്വർഗം ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം എത്ര പറഞ്ഞാലും നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത് കൊണ്ട് ആ വചനം ജഡമായി തീർന്ന് ഒരു മനുഷ്യനായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മുത്തശ്ശി കഥയിലെ ഒരു കഥാപാത്രമല്ല പ്രിയമുള്ളവരെ. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. യേശുക്രിസ്തു ഒരു പ്രവചന പുരുഷനാണ്. യേശുക്രിസ്തു ദൈവം മാനവജാതിക്ക് ഒരുക്കിയ രക്ഷാമാർഗമാണ്. യേശുക്രിസ്തു കേവലം ഒരു മിഥ്യയല്ല, ഒരു മിഥ്യാധാരണയല്ല. യേശുക്രിസ്തു വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ പരപ്പിൽ കാലൂന്നി കാലുറപ്പിച്ച് നടന്ന ദൈവപുത്രനാണ്, ദൈവപുരുഷനാണ്. എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കൂടുതൽ ആ ഭാഗം ഞാൻ വിശദീകരിക്കാനായിട്ട് നിൽക്കുന്നില്ല. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. He is the radiance of the glory of God and he is the exact imprint of his nature എന്നാണ് വായിക്കുന്നത്. അവൻ തേജസ്സിന്റെ പ്രഭയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്. തേജസ്സിന്റെ പ്രഭയായിരിക്കുന്ന, തത്വത്തിന്റെ മുദ്രയായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ആരായിരിക്കുന്നോ, ദൈവം എങ്ങനെയായിരിക്കുന്നോ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ എക്സാക്റ്റ് പ്രിന്റായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാമത്തെ പ്രത്യേകത യോഹന്നാൻ ഈ 14-ഉം 15-ഉം വാക്യങ്ങളിൽ പറയുന്നത്, അവൻ ദൈവത്തിന്റെ തേജസ്സിനെ നമുക്ക് കാണിച്ചു തരുവാൻ, നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, നമ്മളെ മനസ്സിലാക്കുവാൻ, നമ്മളെ ഗ്രഹിപ്പിക്കുവാൻ അവൻ ജഡമെടുത്തു എന്നുള്ളതാണ്. ഇനിയും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരുപാട് അവരലഞ്ഞു തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വന്നാൽ മതി. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വന്നാൽ മതി. ഞാൻ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് കാണിച്ചു തന്ന് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തു എത്രമാത്രം ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മറ്റ് മുഖവരിയിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. 1-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളും 14-ാമത്തെ വാക്യവും കൂടെ നമ്മളതൊന്ന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഇനിയും തുടർന്ന് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനത്തെ ഇവിടെ യോഹന്നാൻ പറയുക അവൻ, അതെന്നല്ല പറയുന്നേ, അവൻ. അപ്പോൾ വചനം സമം അവൻ, വചനം സമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ആരാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രഖ്യാപിക്കുന്ന അനേക വാക്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വാക്കാണ് ഇത്, അല്ലെങ്കിൽ ഒരു വാക്യമാണിത്. ആഴിയെയും ഊഴിയെയും ആകാശത്തെയും നാം ഈ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള സർവ്വചരാചരങ്ങളെയും അഥവാ ഈ അണ്ഡകടാഹത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഉളവാക്കിയ വലിയവനായ ദൈവം, ഉണ്ടാകട്ടെ എന്ന ആ ഉച്ചാരണ ശബ്ദം തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന് പറയുമ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെയല്ല, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്ന വചനം, ആ വചനത്തിന്റെ 3 പ്രത്യേകതകൾ ഈ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 1ഉം 2ഉം വാക്യങ്ങളിൽ ഹി ഈസ് ദ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് എറ്റേണൽ വേർഡാണ്,
അതായത് നിത്യമായ വചനമാണ്. നമ്മൾ ഈ പ്രസംഗിക്കുന്ന വചനത്തിന്റെ പേരാണ് നിത്യവചനം എന്നുള്ളത്. നമ്മുടെ കർത്താവ് നിത്യനായ ദൈവമാണ്. വചനത്തോടുള്ള ബന്ധത്തിലും പറയുന്നത് നിത്യനെന്നാണ്. നമുക്കറിയാം ബൈബിളിൽ ഇൻ ദ ബിഗിനിങ്, ആദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന 3 പുസ്തകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ? ഉൽപ്പത്തി പുസ്തകമുണ്ട് അല്ലെ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെയാ. യോഹന്നാന്റെ 1-ാം ലേഖനവും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം ആദി മുതലുള്ളതും ഞങ്ങൾ കണ്ടതും. എന്നാൽ ഇതെല്ലാം ആദിയിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ 3 ആദിയിലും മുൻപിലുള്ള ഒരു ആദി ഏതാ? മനസ്സിലായാലും ഞാൻ പറഞ്ഞേ, ആദിയിൽ എന്ന് പറയുമ്പോൾ, ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമുള്ളത് ആദിക്ക് ആദി ഇല്ല, അനാദി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. യേശുക്രിസ്തു ജഡമെടുക്കുന്ന ആ ആദിക്ക് മുന്നമേ ദൈവം ഈ ലോകത്തെ ഉണ്ടാക്കുന്ന, ഉളവാക്കുന്ന, സൃഷ്ടിക്കുന്ന ആ ആദിക്ക് മുമ്പ് തന്നെ, ഇവിടെ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആ വചനമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ 1-ാമത്തെ പ്രത്യേകത നിത്യവചനം. അവൻ നിത്യവചനമായിരുന്നു. നിത്യവചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? 3-ാമത്തെ വാക്യത്തിലാണ്. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനെ കൂടാതെ അല്ല ഉളവായത്, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനത്തിന്റെ 2-ാമത്തെ പ്രത്യേകത ക്രിയേറ്റീവ് വേർഡ്, സൃഷ്ടിപ്പിന്റെ വചനം, സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം. നമ്മൾ വായിക്കുന്ന ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ആരാകുന്നു? പുതിയ സൃഷ്ടിയാകുന്നു. എങ്ങനെയാ പുതിയ സൃഷ്ടിയാകുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും അല്ലാതെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കാൻ, അല്ലെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും മാത്രമേ വീണ്ടും ജനിക്കാനായിട്ട് കഴിയത്തുള്ളൂ, ഒരു പുതിയ സൃഷ്ടിയായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്ന് ദൈവം ക്രിയ ചെയ്യുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നു. നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കുന്ന വചനമാണ്. എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്ന വചനമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും, കേൾക്കുന്ന ഏത് വ്യക്തിയുടെയും വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വചനമുണ്ടെങ്കിൽ ഈ സത്യവചനമാണ്, ഈ നിത്യവചനമാണ്, ഈ യേശുക്രിസ്തുവാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വചനം മാത്രമേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഈ കസേരകളൊക്കെ നിറഞ്ഞു കവിയുമായിരുന്നു. ഇന്ന് ആളുകൾക്ക് ഈ വചനം ആവശ്യമില്ല. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം. പത്രോസ് പറയുക, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എവിടെയാ പോകുന്നത്? കാരണം എന്താ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഈ ഒരു കൂട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ഈ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയായിരിക്കണം. സമം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. 3-ാമത്തെ പ്രത്യേകത 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇൻകാർണേറ്റ് വേർഡ്. ജഡമായി തീർന്ന വചനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മടങ്ങി വരാം. 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്, മനസ്സിലാക്കിയത് ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് ജഡാവതാരം എടുത്തു എന്നുള്ളതാണ്. 2-ാമത്തെ പ്രത്യേകത 16-17 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. 16-17 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കേണ്ട, എന്താണ് അതിന്റെ കാരണമെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീസസ് ഇൻകാർണേഷൻ ഷോസ് us God's grace. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ആ കൃപയും സത്യവും നിറഞ്ഞവനായി. കൃപ എന്താണ്? കൃപ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. നമ്മളത് പറയാറുണ്ട്, കൃപ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ കൃപയെ കാണാനായിട്ട് കഴിഞ്ഞവരുണ്ടെന്നേ. കൃപയെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആരെ നോക്കിയാൽ മതി കൃപ കാണണമെങ്കിൽ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാൽ മതി. എൻ്റെ പ്രിയമുള്ളവരെ, ആ കൃപയുടെ ആ അടുക്കലേക്ക് നമ്മൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്.
അതുകൊണ്ടാ പൗലോസ് പറയും, കൃപയാൽ അല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മൂലമല്ലോ, യേശു ക്രിസ്തു മുഖാന്തരമല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം, രക്ഷിക്കപ്പെട്ടതിന്റെ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കൃപ മാത്രമാണ്. യേശു ക്രിസ്തു എന്ന കൃപ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, എന്തുകൊണ്ട് ജഡാവതാരം ആവശ്യമായി വന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയെ നമുക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ കൃപയെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാണിച്ചു തരുന്നതിന് വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് അതിന്റെ 18-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചോ സഹോദര. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1ഉം 2ഉം കാരണങ്ങളെന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്താനായിരുന്നു. 2 ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ജീസസ് ഇൻകാർനേഷൻ ഷോസ് us God itself. ദൈവത്തെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്തെ കാണാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാണിച്ചു തരുന്നതിന് വേണ്ടി, വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ജഡാവതാരം ധരിക്കേണ്ടത്, അല്ലെങ്കിൽ ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴും എന്താണ് ഈ ഇൻകാർനേഷൻ? അതാണ് ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ വളരെ ചിന്തനീയമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ലാഘവത്തോടുകൂടെ അത് ചിന്തിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. സമയം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും വിശദീകരിക്കാനായിട്ട് നിർവാഹമില്ല. അക്കമിട്ട് ഓരോ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് കൃത്യസമയത്തിനുള്ളിൽ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ജഡാവതാരം എന്ന് പറയുന്നത്? വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹ്രസ്വരൂപേണ പറഞ്ഞു കഴിഞ്ഞാൽ, വചനം പ്ലസ് മനുഷ്യത്വം. മനസ്സിലായല്ലോ? വചനം പ്ലസ് മനുഷ്യത്വം. വചനം മനുഷ്യത്വം ധരിച്ചു. അതാണ് ജഡാവതാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ജഡാവതാരം? അതിന്റെ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ താൻ വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുഖാന്തരം എന്ന് പറയുന്നത് കന്യകാജനനത്തിലൂടെയാണ്. അപ്പോൾ ഇൻകാർനേഷനും കന്യകാജനനവും രണ്ടും 2 വിഷയങ്ങളാണ്. എന്നാൽ ഈ 2 വിഷയങ്ങളും കോറിലേറ്റഡ് ആണ് താനും. പരസ്പരം പൂരകങ്ങളായിട്ടുള്ള 2 വിഷയങ്ങളാണ്. എന്നാൽ ഇത് രണ്ടും ഒരുപോലെ നമ്മളൊന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ വിഷയം കന്യകാജനനം അല്ലാത്തത് കൊണ്ടും ഇൻകാർനേഷനോടുള്ള ബന്ധത്തിൽ അത് അല്പം പറയേണ്ടത് കൊണ്ടും മാത്രം ഞാൻ ആ കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയിൽ മനുഷ്യര് അവതരിച്ചത് ഏതാണ്ട് 5 മുഖാന്തരങ്ങളിലൂടെയാണ്, 5 കാരണങ്ങളിലൂടെയാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തേത് ക്രിയേഷൻ, സൃഷ്ടി. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചത് നമുക്കറിയാം. മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് പറയുന്നത് ക്രിയേഷൻ എന്നാണ്, സൃഷ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ഫോർമേഷൻ, നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർമ്മിച്ചു. അത് ആ പദപ്രയോഗം കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹവ്വയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ യെശയ്യാപ്രവചനം 43-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവയായ ദൈവം, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ നിർമ്മിക്കുക എന്ന പദം ദൈവം മണ്ണിൽ നിന്നും ഉണ്ടാക്കിയ മനുഷ്യനിൽ നിന്നും ആദാമിന്റെ വാരിയെടുത്ത് ഹവ്വയെ നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഫോംഡ് ഈവ്, സ്ത്രീയെ നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത് ജനറേഷൻ. കയീൻ എങ്ങനെയാ ഉണ്ടായത് നമുക്കറിയാം. ജനറേഷൻ, തലമുറകൾ. ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും അടുത്ത ഒരു മകൻ ഉളവാകപ്പെടുകയാണ്.
അടുത്ത ഒരു ജനനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പറയുന്നത്, അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അബ്രഹാമിനും സാറയ്ക്കും പുത്രോൽപാദനത്തിനുള്ള ശക്തി ക്ഷയിച്ചിട്ടും ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അതൊരു പ്രത്യേക സംഭവമാണ്. അതിന് ഇമ്പാർട്ടേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി പകർന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തിനാണ് ദൈവം അങ്ങനെ വാർദ്ധക്യത്തിൽ ഒരു മകനെ കൊടുത്തത്? പഴയ നിയമത്തിലൊന്നും വായിച്ചാൽ അതിൻ്റെ ഉപദേശ സത്യം നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി റോമാലേഖനം 4-ാം അധ്യായം ഒന്ന് പഠിച്ചാൽ മതി. അവിടെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് നീതീകരിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്, അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരുമ്പോൾ 2-3 കൂട്ടങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ കൃപയാലത്രേ മനുഷ്യർ നീതീകരിക്കുന്നത്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. 3-ാമത് പൗലോസ് പറയുന്നത് പുനരുദ്ധാന ശക്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയാലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ഇമ്പാർട്ടേഷന്റെ പ്രത്യേകത നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മരിച്ച അവസ്ഥയിലായിരുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന് നീതീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ പുനരുദ്ധാന ശക്തി ആവസിച്ചെങ്കിൽ മാത്രമേ, പകർന്ന് തന്നെങ്കിൽ മാത്രമേ നമുക്ക് നീതീകരിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും മരണത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ അനേക ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തോടുള്ള ബന്ധത്തിൽ ഒരു 7 ഫോൾഡ് ഗ്ലോറീസ് ഓഫ് ഇൻകാർണേഷൻ, അല്ലെങ്കിൽ 7 തരത്തിലുള്ള യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ വാക്യങ്ങളും വളരെയേറെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവദാസന്മാർ ഇനിയും എന്നെ പിന്നാലെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഓരോ വാക്യങ്ങളും പിന്നീട് ആവർത്തിച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും അടുത്തു പോകേണ്ട. ഈ വിഷയം ഒരു വാക്യം തന്നെ എത്രയോ ഭാഗങ്ങളായിട്ട് വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ വാക്യം അറിയാം. ഇവിടെയും ആ വാക്യം നേരത്തെയും ഉദ്ധരിക്കുകയുണ്ടായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പോൾ ഇൻകാർണേഷൻ, ജഡാവതാരം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ സാദൃശ്യത്തിലായി. അതിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, രണ്ടാമത്തെ മഹത്വം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു. മൂന്നാമത്തെ പ്രത്യേകത ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസാണ് അതും പറഞ്ഞിരിക്കുന്നത്. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതി, വാക്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് ഉദ്ധരിക്കുന്നില്ല, സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. എന്തുകൊണ്ടാ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതി എന്ന്, പുരുഷന്റെ സന്തതി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? വിശദീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇന്നലെയും നമുക്കത് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ജഡവും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ എന്ന് പറഞ്ഞാൽ ജഡവും രക്തവും ധരിച്ചു, മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറയുമ്പോൾ, വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ, സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന് പറയുമ്പോൾ ജഡവും രക്തവും ധരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഉത്തമഗീതത്തിൽ ശൂലമിയോടുള്ള ബന്ധത്തിൽ ശലോമോൻ പറയുന്ന, അല്ലെങ്കിൽ ആ ഉത്തമഗീതം എഴുതിയിരിക്കുന്ന വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പ്രിയന് എന്താ വിശേഷത ഇത്രേ? അപ്പോൾ ശൂലമി പറയുകയാണ്, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. എന്താ പ്രിയമുള്ളവരെ അത് അർത്ഥമാക്കുന്നത്? എൻ്റെ പ്രിയൻ അവൻ വെണ്മയുള്ളവനാണ്. കേവലം വെണ്മയുള്ളവനല്ല, മറിച്ച് അവൻ ചുവന്നവനാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആദാം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണിൽ നിന്നെടുത്തവൻ, അല്ലെങ്കിൽ ചുവന്നവൻ എന്നാണ് അർത്ഥം. പൗലോസ് പറയുക, ഒന്നാമത്തെ ആദാം
രണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാം. യേശു ക്രിസ്തു ചുവന്നവനായി തീർന്നു, അല്ലെങ്കിൽ ദൈവം ജഡമെടുത്ത എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡവും രക്തവും ധരിക്കേണ്ടതായിട്ട് വന്നു. 2-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ അല്പമൊരു താഴ്ച വന്നവനായ മനുഷ്യനോടുള്ള ബന്ധത്തിലും അതവിടെ നമുക്ക് ആപ്റ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്തിനാ ദൂതന്മാരെക്കാൾ അല്പമൊരു താഴ്ച? ദൂതന്മാർക്ക് മരണമില്ല, എന്നാൽ മരിക്കത്തക്ക നിലയിൽ മരിക്കുന്നതിന് വേണ്ടി ജഡവും രക്തവും ധരിച്ച് ഈ ഭൂമിയിൽ നമ്മളെല്ലാം ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് കേവലം ജീവിക്കാനല്ല, മരിക്കാൻ വേണ്ടി. ഈ ലോകത്തിൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരേ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മരണമില്ലാത്തവൻ എന്തുകൊണ്ട് മരിച്ചു വിശദീകരിക്കാം, പിന്നീട് വരുന്നതായിരിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ ഇൻകാർണേഷന്റെ ഒരു ഗ്ലോറി അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജഡത്തിൽ വെളിപ്പെട്ടു, ജഡത്തിൽ വെളിപ്പെട്ടു. ഈ വെളിപ്പെട്ടു എന്നൊക്കെ അതിൻ്റെ ആ ഒറിജിനൽ ഭാഷയിൽ അപ്പോക്കാലിപ്സിസ്, മറഞ്ഞിരിക്കുന്നത്, അത് വെളിപ്പെടുത്തി കാണിച്ചു, മറനീക്കി കാണിച്ചു എന്നാണ്. അപ്പോൾ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ആരംഭിച്ചു എന്നല്ല, അവിടെ തുടങ്ങി എന്നല്ല. ക്രിസ്മസ് കഴിഞ്ഞു, എല്ലാവരും പാടി യേശു ക്രിസ്തു ജനിച്ചു. എവിടെ ജനിച്ചു? പുൽക്കൂട്ടിൽ ജനിച്ചു. എന്നാൽ ആ യേശു ക്രിസ്തുവിന്റെ നിത്യാസ്തിത്വം, യേശു ക്രിസ്തുവിന്റെ ആ പൂർവാസ്തിക്യം എൻ്റെ പ്രിയമുള്ളവരെ ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവനാണ്. നമ്മുടെ പാട്ടുകളുടെ വരികളിലൊക്കെ ഇതുണ്ടാവണം. യേശു ക്രിസ്തു കേവലം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ മറിയയുടെ വയറ്റിൽ ഉരുവായപ്പോൾ തുടങ്ങിയവനല്ലേ അല്ല. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവനാണ്. അവൻ വചനം ജഡമായി തീർന്നവൻ, വചനം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് നമ്മൾ പറയേണ്ടത്. അതാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെയും ജീവിതത്തിന്റെയും മഹത്വം എന്ന് പറയുന്നത്. 6-ാമത്തെ പ്രത്യേകത, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. അത് തുടർന്ന് വായിച്ചോളുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവേ നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അണ്ടർലൈൻ ചെയ്തോളൂ, അവിടെ പറഞ്ഞിരിക്കുന്ന ആ പേര് വിശുദ്ധ പ്രജ. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ വേണ്ട, ഗ്രീക്കിലേക്ക് പോകുമ്പോൾ, ഒറിജിനൽ ഭാഷാന്തരങ്ങളിലേക്ക് പോകുമ്പോൾ ആ വാക്കിന് അനേക അർത്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ 1-2 ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹോളി തിങ്, വിശുദ്ധമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലും ശ്രേഷ്ഠമായ വേറൊരു പരിഭാഷയുണ്ട്, ദ ഹോളി എംബ്രിയോ, വിശുദ്ധ ഭ്രൂണം. ഒന്ന് ചിന്തിച്ചേ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഏറ്റവും മഹത്വം, ശ്രേഷ്ഠതയെന്ന് പറയുന്നത് ആ ഹോളി എംബ്രിയോ. ഇവിടെ പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാനായിട്ട് പോവുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടാനായിട്ട് പോവുകയാണ്, ആകയാൽ ഉത്ഭവിക്കുന്ന ആ വിശുദ്ധ ഭ്രൂണം. നമുക്കറിയാം, മനുഷ്യൻ ജനിക്കുമ്പോൾ പുരുഷ സ്ത്രീ 23+23 46 ക്രോമോസോമുകൾ ചേർന്നാണ് ഒരു എംബ്രിയോ, ഒരു ഭ്രൂണം ഉളവാകുന്നത്. എന്നാൽ ഇനിയും വളരെ ശ്രദ്ധയോടെ കേൾക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, നമുക്ക് വിശ്വസിക്കുവാൻ ഏറ്റവും പ്രയാസമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 23 ക്രോമസോമ് മനുഷ്യൻ്റേതും അടുത്ത 23 ദൈവത്തിൻ്റെതും എന്നുള്ള ഒരു അർത്ഥത്തിൽ ആരും എടുക്കരുതേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശങ്ങളെല്ലാം തെറ്റി. ഇവിടെ ആ 46 ക്രോമസോമും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉളവായത് മറിയയുടെ ഗർഭപാത്രത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ,
നിന്നിൽ ഉൽപാദിതമാകുന്ന, നിന്നിൽ ഉത്ഭവിക്കുന്ന ആ വിശുദ്ധ പ്രജ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ ആ ജനനത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് ദൈവത്തിന്റെ ദാസന്മാർ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ സവിസ്തരം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവരെഴുതിയിരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലൻ, ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന്റെ മാറോട് ചാരിക്കിടന്ന് യേശു ക്രിസ്തുവിന്റെ മാറിലെ ചൂടറിഞ്ഞ് യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തു വസിച്ച യോഹന്നാൻ ഇങ്ങനെ പറയുകയുണ്ടായി, അവനിൽ പറഞ്ഞു, അവനിൽ പാപമില്ല. He was a man of affection. കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത് വസിച്ച വ്യക്തി പറയുകയാണ്, അവനിൽ പാപമില്ല. പത്രോസ് അപ്പോസ്തലൻ, he was a man of action. അവൻ പ്രവൃത്തിയുടെ ഒരു മനുഷ്യനാണ്. യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് പഠിച്ച ഒരു മനുഷ്യൻ, നോക്കിയ ഒരു മനുഷ്യൻ, യേശു ക്രിസ്തുവിന്റെ ഓരോ ചലനങ്ങളും സൂക്ഷ്മതയോടെ വീക്ഷിച്ച ഒരു മനുഷ്യൻ. അവൻ പറയുക, പത്രോസ് പറയുക, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ്, he was a man of knowledge. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം മുഴുവനും പരിശോധിച്ചു നോക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ സസൂക്ഷ്മം താൻ വീക്ഷിച്ചതിന് ശേഷം താൻ പറയുക, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. എബ്രായ ലേഖന കർത്താവ് ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ച ഒരു വേദഭാഗമാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ, പാപം ഒഴികെ. ആ പാപം ഒഴികെ എന്ന് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ കന്യകാ ജനനം, ആ ഇൻകാർണേഷനോടുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടെന്നൊരു ഡെഫിനിഷൻ പറയാം, എഴുതിയെടുത്തുകൊള്ളുക. ഇറ്റ് ഈസ് എ sudden, unseen, powerful and unique work of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പെട്ടെന്നുള്ള അദൃശ്യമായ ശക്തമായ നിസ്തുല്യമായ ഒരു പ്രവർത്തനമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന് മുഖാന്തരമായി തീർന്നത്. അതുകൊണ്ടാണ് പിന്നെയും നമ്മൾ വായിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പാപം ആക്കപ്പെട്ടു. സർവ്വലോകത്തിന്റെയും പാപം അവന്റെ മേൽ ചുമത്തി എന്ന് നമ്മൾ വായിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുന്ന രണ്ട് വാക്കുകൾ, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, നിഷ്കളങ്കനായ, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. എന്താണ് ജഡാവതാരത്തിന്റെ, അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ ജനനാവതാരത്തിന്റെ യാഥാർത്ഥ്യത എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം മനുഷ്യ സ്വഭാവം കൂടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. വചനം മനുഷ്യ സ്വഭാവം കൂടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെയും ആ വാക്യം നിങ്ങൾ ഓർത്തിരിക്കണം, പാപം ഒഴികെ. യേശുക്രിസ്തു നടന്ന് ക്ഷീണിച്ചു, യേശുക്രിസ്തുവിന് ദാഹിച്ചു, യേശുക്രിസ്തുവിന് വിശന്നു, യേശുക്രിസ്തു ഉറങ്ങി, യേശുക്രിസ്തു ഭക്ഷിച്ചു, യേശുക്രിസ്തു കരഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ! മനുഷ്യ സ്വഭാവം എടുത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഇവൻ എത്രയോ മഹാനാണ്, ഇവൻ എത്രയോ ശ്രേഷ്ഠനാണ്. ഈ ജഡാവതാരത്തിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് രണ്ട് പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ തന്നെ ആ രണ്ട് കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഞാനതൊന്ന് പറയാം. ഒന്ന്, തന്നെത്താൻ താഴ്ത്തി. തന്നെത്താൻ താഴ്ത്തി. നമ്മളെപ്പോഴും ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്, അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. 2, തന്നെത്താൻ ഒഴിച്ചു. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി, 2 തന്നെത്താൻ ഒഴിച്ചു. എന്താണ് ഈ രണ്ട് വാക്കുകളുടെ പ്രത്യേകത? ഈ രണ്ട് സെന്റൻസ് വളരെ ശ്രേഷ്ഠമായിട്ടിരിക്കുന്നു. ഇതിന് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്നത്, ഈ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് കെനോസിസ് തിയറി എന്നാണ്. കെനോസിസ് തിയറി അത് ഇതാണ് വിശദീകരിക്കുന്നത്. താൻ തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞാൽ തൻ്റേതായിട്ടുള്ള, ദൈവത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഗുണഗണങ്ങളെയും
കർത്താവ് എന്ത് ചെയ്തില്ല? ഒഴിവാക്കിയില്ല. മനസ്സിലാക്കണേ, അവൻ തന്നെത്താൻ താഴ്ത്തിയെന്ന് പറഞ്ഞാൽ തൻ്റേതായിട്ടുള്ള, അതായത് നിത്യദൈവമായിരിക്കുന്ന സത്യദൈവമായിരിക്കുന്ന പണ്ടേ ഉള്ളവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, അടുത്ത വാക്കെന്താ? നിത്യപിതാവ്. ഈസ് ദ എറ്റേണൽ ഫാദർ. ഫിലിപ്പോസ് ചോദിക്കുക, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവിന്റെ മറുപടി, ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട്, ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ട്, ഫിലിപ്പോസേ നീ പിന്നെ ചോദിക്കുവാണോ ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന്? നമ്മുടെ കർത്താവ് പറഞ്ഞ മറുപടി എത്രയോ ശ്രേഷ്ഠമാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. ഒരു 5 or 6 പ്രാവശ്യം പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ശ്രേഷ്ഠത. ഇനിയും തൻ്റെതായിട്ടുള്ള യാതൊരു ഗുണഗണങ്ങളെയും ദൈവം ഒഴിവാക്കിയില്ല. എന്തൊക്കെയാ ദൈവത്തിന്റെ ഗുണഗണങ്ങൾ? 2-3 ഞാൻ പറയാം. 1, സർവജ്ഞാനി. ഈ സർവജ്ഞാനം ഒഴിവാക്കിയിട്ടാണോ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? അല്ലേ അല്ല. യോഹന്നാന്റെ സുവിശേഷം 2:25, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 4-ാമത്തെ വാക്യം, തനിക്ക് ഒരു മനുഷ്യന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് അവൻ സ്വതവേ എന്ത് ചെയ്തിരുന്നു? അറിഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാ? തനിക്ക് നേരിടുവാനുള്ളത് താൻ എന്ത് ചെയ്തു? മുന്നമേ അറിഞ്ഞു. അങ്ങനെ എത്രയോ എത്രയോ വാക്യങ്ങൾ. ഇനിയും കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ പിതാവായ ദൈവം സർവശക്തനായിരുന്നില്ലേ? കർത്താവ് സർവശക്തിയിൽ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചതും. അവൻ സർവശക്തൻ തന്നെയായിരുന്നു. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ 7 അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ 7 അത്ഭുതങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം യേശു ക്രിസ്തുവിന്റെ ആ ഒംനിപൊട്ടൻസ്, യേശു ക്രിസ്തുവിന്റെ സർവശക്തി അവിടെയെല്ലാം വെളിപ്പെടുന്നുണ്ട്. വളരെ പെട്ടെന്നൊന്ന് പറയാം. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ചരിത്രം നമുക്ക് അവിടെ അറിയാം. യേശു ക്രിസ്തുവിന്റെ സർവശക്തി അവിടെ ആ ഗുണനിലവാരത്തോടുള്ള ബന്ധത്തിൽ അവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 2-4-ാം അധ്യായത്തിൽ ഒരു രാജഭൃത്യന്റെ മകനെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നു. എങ്ങനെയാ? കർത്താവ് ദൂരെ ഇരുന്നു കൊണ്ട് താൻ പറഞ്ഞ മാത്രയിൽ തന്നെ നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു. താഴെ വായിക്കുന്നുണ്ട്, എപ്പോഴാ സൗഖ്യം വന്നതെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നോട് ഈ ജഡാവതാരമെടുത്ത കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അതേ നാഴികയിൽ തന്നെ എന്റെ മകൻ എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. കർത്താവിന് ദൂരം ഒരു പ്രശ്നമല്ല. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന ആ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യരുണ്ടല്ലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയുക, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ ഇതല്ല എന്റെ ചോദ്യം. നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? നീ കിടക്ക എടുത്ത് നടക്ക, നീ കിടക്ക എടുത്ത് നടക്ക. ഓ, എത്രയോ സൗഖ്യമാണ്. അപ്പോൾ കർത്താവിന് സമയം ഒരു വിഷയമല്ല. അവിടുന്ന് സർവശക്തൻ തന്നെയാണ്. ഇനിയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടലിന്മീതെ നടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ ആ ജഡാവതാരത്തിന്റെ ശ്രേഷ്ഠത. അതിന് തൊട്ടടുത്താണ് ചാവുകടൽ. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് ആ ചാവുകടലിലൂടെ നടന്നില്ല? അവിടെ നടന്നിരുന്നെങ്കിൽ അന്നുള്ള ആളുകൾ പറഞ്ഞേനെ, കൊള്ളാം, ഈ ചാവുകടലിന്റെ വേദിയിൽ കൂടെ നടക്കാനായിട്ട് ആർക്കാ പ്രയാസം? ഇവിടെ ഇരിക്കുന്ന അനേകര് അവിടെ പോയി മലന്നും കമന്നും ഒക്കെ അതിൽ കിടന്നിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ഗലീല കടലിൽ നടക്കുന്നത് നമ്മുടെ കർത്താവിന്റെ സർവശക്തിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവനും സൗഖ്യം കൊടുക്കുന്നത് കർത്താവിന്റെ സർവശക്തിയുടെ തെളിവാണ്. അത് കഴിഞ്ഞിട്ട് ലാസറിനെ ഉയർപ്പിക്കുന്നു. മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുന്നത്. എന്തുകൊണ്ട്? മരിച്ചപ്പോൾ ദീനമായി കിടന്നപ്പം വന്നില്ല, മരിച്ചിട്ട് വന്നില്ല, അടക്കത്തിന് വന്നില്ല. അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം ഈ യഹൂദന്മാരുടെ ഇടയിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് 2, 3, 4 ദിവസം ഒക്കെ ഈ മരിച്ച ആളിന്റെ ആത്മാവ് ഇവിടൊക്കെ ചുറ്റിക്കറങ്ങി കാണും. എന്നാൽ കർത്താവ് അതിനും മറികടന്ന് അതും കഴിഞ്ഞിട്ടാ കർത്താവ് വരുന്നത്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. നമ്മുടെ കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ കർത്താവ് ജഡം ധരിച്ചത് അവൻ ബലഹീനതയാൽ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെതായിട്ടുള്ള യാതൊരു ഗുണഗണങ്ങളും മാറ്റിവെക്കാതെയാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സർവാരാധ്യനായ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സർവ്വവ്യാപിത്വം
യോഹന്നാന്റെ സുവിശേഷം 3:13 കുറിച്ചു കൊള്ളണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഭൂമിയിലായിരിക്കുന്ന മനുഷ്യപുത്രൻ അതേ സമയം സ്വർഗസ്ഥനുമാണ്. ആ വാക്യമൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഭൂമിയിലായിരിക്കുന്ന മനുഷ്യപുത്രൻ അതേ സമയം അവൻ സ്വർഗസ്ഥനുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സർവ വ്യാപിത്വം, ഓംനി പ്രസൻസ് ഓഫ് ഗാഡ്, കർത്താവ് അതൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഒരു മനുഷ്യനെ പോലെ, ഒരു പാപിയെ പോലെ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത ഞാനും നിങ്ങളും തിരിച്ചറിയാൻ കഴിയണം, ഞാനും നിങ്ങളും മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ കർത്താവിന്റെ മാറ്റമില്ലായ്മ, ഇമ്മ്യൂട്ടബിലിറ്റി. നമ്മുടെ കർത്താവ് മാറാത്ത കർത്താവാണ്, മതിയായ കർത്താവാണ്. രണ്ടാമത്തെ വാക്കാണ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം മാത്രം ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-5 വാക്യം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പിന്നെയും കൈക്കൊള്ളണമേ, ചേർക്കണമേ. ഒറ്റ കാര്യം, തൻ്റെ മഹത്വം, തൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള മഹത്വം താൻ ഉപേക്ഷിച്ചു, ആ ഗ്ലോറി ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? തൻ്റെ ആ പൂർണ്ണ മഹത്വത്തിൽ മോശയോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഇരിക്കുന്നത്. ഹീ സോ ദ ആഫ്റ്റർ ഗ്ലോറി, പിൻഭാഗം എന്നാണ് അവിടെ പറഞ്ഞത്. ആഫ്റ്റർ ഗ്ലോറിയാണ് മോശ കണ്ടത്. എന്നാൽ നമ്മുടെ കർത്താവ് ജഡം ധരിച്ചപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള മഹത്വം മാത്രം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ദാസരൂപമെടുത്തു. സമ്പന്നനായിരിക്കെ അവിടുന്ന് ദരിദ്രനായി, അവിടുന്ന് മനുഷ്യ വേഷത്തിലായി. ജഡാവതാരത്തിനുള്ള അനേക കാരണങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന്, നമുക്ക് മാതൃകയാകുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ജഡം ധരിച്ചത്. അവിടുന്ന് വിശുദ്ധനായിരുന്നു, നമ്മളും വിശുദ്ധരായിരിക്കണം. അവിടുന്ന് സൗമ്യതയുള്ളവനായിരുന്നു, ഞാനും നിങ്ങളും സൗമ്യതയുള്ളവരായിരിക്കണം. അവിടുന്ന് താഴ്മയുള്ളവനായിരുന്നു, ഞാനും നിങ്ങളും താഴ്മയുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യവേഷമെടുത്ത് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റിയ ഒരു കർത്താവാണ്. ന്യായപ്രമാണത്തിന് സാധിക്കാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം പറയുന്നു ഒരു മനുഷ്യനും സാധിച്ചില്ല ന്യായപ്രമാണത്തിന് ഒരു നിവൃത്തി വരുത്തുവാൻ. എന്നാൽ നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്. ന്യായപ്രമാണം എന്താവശ്യപ്പെട്ടോ നമ്മുടെ കർത്താവ് പൂർണ്ണമായിട്ട് അത് നിറവേറ്റി. ഏറ്റവും ഒടുവിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ടെറ്റലസായി, നിവൃത്തിയായി, ഞാനത് പൂർത്തീകരിച്ചു, ഞാനത് നിറവേറ്റി. എന്താണ് ന്യായപ്രമാണം ആവശ്യപ്പെട്ടത്? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതെ, ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. നമ്മുടെ കർത്താവ് അതെല്ലാം സഹിച്ചു. പ്രിയമുള്ളവരെ, ഹി വാസ് സോ കൈൻഡ്. അവൻ എത്രയോ കരുണയുള്ളവനായിരുന്നു, ദയയുള്ളവനായിരുന്നു. ഞാനും നിങ്ങളും ദയയുള്ളവരായിരിക്കണം. യേശു ക്രിസ്തു ജഡമെടുത്തു ഞായറാഴ്ച മാത്രം പറയാനായിട്ടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒന്ന് അടർത്തിയെടുക്കണം, കൊണ്ടുവരണം. ഹി ഹാഡ് എ ബെസ്റ്റ് പ്രയർഫുൾ ലൈഫ്. നമ്മുടെ കർത്താവിന് ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം, നമ്മൾ രാവിലെ ചിന്തിച്ചതുപോലെ, യേശു ക്രിസ്തുവിന്റെ ഗുണഗണങ്ങൾ ബ്രാഞ്ചസിലൂടെ, കൊമ്പുകളിലൂടെ ഫലമായിട്ട് പുറത്തേക്ക് വരാൻ ഇടയായി തീരുന്നത്. ഏറ്റവും ഒടുവിൽ ഹി സഫേർഡ് ദ ക്രോസ്. അവൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഈ ഭൂമിയിൽ കഷ്ടമനുഭവിക്കുന്ന ദൈവജനമേ, യേശു ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി, യേശു ക്രിസ്തുവിന്റെ മഹത്വം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ എത്ര കഷ്ടം സഹിക്കേണ്ടി വന്നാലും നമ്മൾ തയ്യാറായിട്ടിരിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ആരാണ്? എത്രയോ ശ്രേഷ്ഠതയുള്ള വാക്യങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ വലിയവനാണ്. അവൻ യോനയിലും ശലോമോനിലും യാക്കോബിനേക്കാളും ശബത്തിനേക്കാളും അബ്രഹാമിനും മുമ്പേ ഉള്ളവൻ, സ്വർഗത്തെക്കാൾ ഉന്നവൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൂതന്മാരെക്കാൾ ഉന്നതൻ, അവൻ മോശയേക്കാൾ വലിയവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയോ ശ്രേഷ്ഠനാണ്. അവൻ സമസ്ത കാരണസത്തയാണ്. അവൻ നിത്യാസ്തിത്വമുള്ള ദൈവമാണ്. യേശു ക്രിസ്തു സർവാരാധ്യനായ ദൈവമാണ്. അവിടുന്ന് സകലത്തിനും കാരണഭൂതനായ ദൈവമാണ്. ഒരു വാക്യം ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. എഫേസ്യ ലേഖനം 1-10 വാക്യം. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരാധ്യ പുരുഷൻ നമ്മുടെ കർത്താവ് തന്നെയാണ്, ജഡം ധരിച്ച കർത്താവ്. നമ്മൾ വായിക്കുന്നു, നാം അവൻ്റെ മുഖം കാണും.
ദൈവത്തിന് സ്തോത്രം. എങ്ങനെ കാണാനായിട്ട് പറ്റുന്നു? എങ്ങനെ കാണാൻ സാധിക്കുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ കർത്താവ് എന്നെ കരുതുന്ന കർത്താവാണ്. ദാവീദ് ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടെങ്കിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എൻ്റെ കർത്താവിൽ എനിക്ക് ധൈര്യപ്പെടുവാൻ ഇടയായി തീരണം. പാട്ടുകാരൻ പാടുന്നത് പോലെ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. ദൈവത്തിന് സ്തോത്രം. നമ്മളെത്ര ബലഹീനതയിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. കർത്താവ് എത്രയോ ശ്രേഷ്ഠനാണ്, എത്രയോ ഉന്നതനാണ്. കർത്താവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ഓരോ ദിവസവും ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ നമ്മളെ ഇടയാക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ വചന കേൾവിക്ക് മുമ്പിലായിരിക്കാൻ ദൈവം നമ്മെ ഇതുവരെയും സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് ദാവീദിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഉത്തരം തേടേണ്ട 2 ചോദ്യങ്ങൾ, ഉത്തരം കണ്ടെത്തേണ്ട 2 ചോദ്യങ്ങൾ. അതിലൊന്ന്, നീ ആരാകുന്നു കർത്താവേ? യഥാർത്ഥ ദൈവം ആരാണ് എന്ന് കണ്ടെത്തുക. അതായിരിക്കണം ജീവിത ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം താൻ ഓർപ്പിക്കുകയുണ്ടായി, ഞാൻ എന്ത് ചെയ്യണം, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. ഇന്ന് നാം കേട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് കഴിയട്ടെ. ഈ വചനം കേട്ട എല്ലാവർക്കും അതിനിടയാകട്ടെ. ഒടുവിലായി ആ ദൈവം ആരാണ് എന്നുള്ളത്, അവൻ എങ്ങനെയാണ് തന്നെത്താൻ വെളിപ്പെടുത്തിയത് എന്നുള്ളത്, അതിൻ്റെ സങ്കീർണതകൾ മാനുഷികമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ കർത്താവിൻ്റെ ദാസൻ വിവരിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലായി നാം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ജഡം എടുത്ത് ഭൂമിയിൽ വന്ന ഈ ഏക കർത്താവിനെ ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അവൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ദൗത്യം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ 2 ദാസന്മാർക്കും ഇന്ന് വചനം കൊടുത്തതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ പുല്ലാട് എബനേസർ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിലെ മൂപ്പന്മാരുള്ള ഒരാളായ ബ്രദർ E.T. ഫിലിപ്പ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും എഴുന്നേറ്റ് പോകാവൂ. പ്രാർത്ഥനയ്ക്കായി കർത്തൃദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സുഖിപിതാവേ, ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനം ശ്രവിപ്പാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഈ മഹാകൺവെൻഷൻ്റെ 2ാമത്തെ യാത്രയിലേക്ക് ഞങ്ങളെ നടത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ നിന്ന് എത്രയും നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയുവാൻ തക്കോണം ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇന്നും അവിടുത്തെ ദാസന്മാരിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയങ്ങളിൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ കൊണ്ടും കാരണമായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം എത്രമാത്രം മഹത്വരമായി ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ദൈവമക്കളായി തീരുവാൻ തക്കോണം അത് മുഖാന്തരം കാരണമായി തീർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കൊണ്ടിടയാക്കി. അവിടുത്തെ ദാസന്മാരെ സഹായിച്ചു. അവിടുത്തെ ദാസന്മാർക്ക് എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകി. പ്രിയപ്പെട്ടവരെ പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ ആലപിപ്പാൻ തക്കോണം പ്രിയപ്പെട്ടവർ കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ടവർ വരും ദിവസങ്ങളിലും അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം കർത്താവെ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരവർക്ക് ആവശ്യമായിട്ടുള്ള നിലയിൽ ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നുകൊണ്ടും ഞങ്ങളവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് എത്രയും നല്ലവനാണ്, വിശ്വസ്തനാണ് എന്ന് തിരിച്ചറിയുവാൻ കൊണ്ടിടയാക്കിക്കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശ വിഷയമായ ക്രിസ്തു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി വരുവാൻ പോകുന്നു. ഞങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കും. യുഗായുഗങ്ങളാ നിത്യമായി അവിടുത്തെ സന്നിധിയിൽ വാഴുവാൻ പോകുന്നു എന്നുള്ളതായിട്ടുള്ള ആ പ്രത്യാശയോടുകൂടി ഞങ്ങൾക്ക് മടങ്ങി പോകാൻ കൊണ്ടും സഹായിച്ചുകൊണ്ട് സ്തോത്രം. മടക്കയാത്രയിൽ പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ദൈവകൃപയും ദൈവത്തിൻ്റെതായുള്ള കരുതലും അവർ ഭവനങ്ങളിൽ എത്തിച്ചേരുവോളം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാ ദൈവമക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തർക്കും അവരുടേതായ നിലയിൽ ആവശ്യമായിട്ടുള്ള ദൈവകൃപ
പകർന്നു കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നു. പിരിയാത്തവനായി കൂടെ ഇരിക്കണം, ഇനിയും കാണുമ്പോഴേയും കൃപയിൽ കാത്തോണം. കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ താഴ്മയും വിനയുമായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു കൃപയും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസം കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കേട്ട വചനങ്ങളോടും വചനം സംസാരിച്ച അവിടുത്തെ ദാസന്മാരോടും കൂടെ ഇന്നും എന്നും എപ്പോഴും അവിടുത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.